ഇന്ന് ഈസി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണി റെഡിയാക്കിയാലോ. വെച്ച ബീഫ് ഒരു കുക്കറിലോട്ട് ഇട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ട് മിക്സ് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുക്കുക. ബിരിയാണിക്ക് ബീഫ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസുകളാക്കി കട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ക്യാരറ്റ് എന്നിവ ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും കൂടെ ചേർത്തിട്ട് തിളച്ചതിന് ശേഷം അരി ഇട്ട് വേവിച്ചെടുക്കുക. ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി. ഉള്ളി നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലോട്ട് തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആദ്യം റെഡിയാക്കി വെച്ചത് ഉള്ളതുകൊണ്ടാണ് പച്ചമുളക് ഇങ്ങനെ ഇട്ടത്. അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ പച്ചമുളക് ഇട്ടിട്ട് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ബീഫിൽ ഓൾറെഡി മസാലപ്പൊടികൾ ഇട്ടതുകൊണ്ട് ഇതിലോട്ട് കുറച്ചിടുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, തൈര് എന്നിവ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് വേവിച്ച് വെച്ച ബീഫ് എടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് നേരം മസാല ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം വെക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചോറ് പകുതി ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിച്ചപ്പും ബിരിയാണി മസാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുത്ത് അതിന് മുകളിലും മല്ലിച്ചപ്പും ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്ത് പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വെയിറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.